എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്, എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ആൻ്റണി ജോസഫ്. അക്കൗണ്ടൻസിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം അതെന്താണ് അക്കൗണ്ടിങ്, അതിൻ്റെ ഡെഫിനിഷൻ മുതൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അക്കൗണ്ടിങ് എന്താണ് എന്ന് അറിയില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണിത്. ഇപ്പം എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം പറയുന്നത് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. അപ്പോൾ നമുക്കറിയാം, ലാംഗ്വേജ്, ഭാഷ എന്തിനു ഉപയോഗിക്കുന്നതാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ്. നമ്മൾ ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ്. അക്ഷരങ്ങൾ നമ്മൾ പഠിക്കും, അക്ഷരങ്ങൾ എന്താണെന്ന് നാം പഠിക്കും. അതിനുശേഷം നാം അക്ഷരങ്ങളിലൂടെ പലതും പഠിക്കും. അപ്പോൾ ഒരു ബിസിനസ്സിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്ഥാപനത്തിൻ്റെ കണക്ക് പരിശോധിച്ചിട്ടാണ്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് നോക്കാം അക്കൗണ്ടിങ് എന്താണ് എന്നുള്ള ഡെഫിനിഷൻ. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിങ്ങിനെ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. അക്കൗണ്ടൻസിയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ഇനി ആ കലയിൽ എന്തൊക്കെയാണ്? ആർട്ട് ഓഫ് റെക്കോർഡിങ്, എഴുതി വെക്കുന്ന, റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയാണ്. ഇനി എന്തിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? നമുക്ക് ഏതൊക്കെ മാർഗത്തിൽ റെക്കോർഡ് ചെയ്യാം? ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താ? നമ്മളിപ്പോൾ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. കാരണം ഇത് റെക്കോർഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്താ? പിന്നീട് ഒരാൾക്ക് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു കലയാണ്. എങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം? മാനുവലി നമുക്ക് ബുക്കിൽ എഴുതി വെക്കാം. നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ, സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഫോട്ടോ എടുത്ത് വെക്കാം, വീഡിയോ എടുത്ത് വെക്കാം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു കലയാണ്. അപ്പോൾ ഒരു കലയാണ് എങ്കിൽ ആ കല നമുക്ക് പഠിക്കണമെങ്കിൽ അതിനകത്ത് സയൻസും ഉണ്ടാവും, അതിനകത്ത് പ്രാക്ടീസും ഉണ്ടാവും. ചില സയൻറ്റിഫിക് റൂൾ ഉണ്ടാവും. അപ്പോൾ അക്കൗണ്ടിങ്ങിനകത്ത് ചില റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആർട്ട് ഓഫ് റെക്കോർഡിങ്. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇനി എന്താണ് റെക്കോർഡ് ചെയ്ത് വെക്കുക? ഈ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, തരംതിരിക്കും. സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, അർത്ഥവത്തായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ ചുരുക്കി എഴുതും. ഇൻ ടേംസ് ഓഫ് മണി, നമ്മൾ എഴുതുന്നത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കണക്ക് എഴുതുന്നത് മണി ടേംസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ, എത്ര രൂപ ചിലവായി എന്നതാണ്. നമ്മളൊരു ചായ കുടിച്ചാൽ ഒരു ചായ കുടിച്ചു എന്നല്ല നമ്മൾ എഴുതി വെക്കണം. എത്ര രൂപയ്ക്ക് ചായ കുടിച്ചു? ടീ 10 rupees, അങ്ങനെയാണ് എഴുതുന്നത്. അല്ലാണ്ട് ഒരു ചായ കുടിച്ചു എന്നല്ല നമ്മൾ എഴുതുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം മണി ടേംസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊണ്ട് അളക്കാൻ പറ്റണം. ഇനി എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യും, എഴുതി വെക്കും. നമ്മൾ എന്താ എഴുതി വെക്കുന്നത്?
ട്രാൻസാക്ഷൻസും ഈവൻസും ആണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, അതിനെ നമ്മൾ ചുരുക്കി എഴുതും, വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ അതിനെ ചുരുക്കി എഴുതും. ചുരുക്കി എഴുതുമ്പോൾ നമ്മൾ അതിനെ മണി ടേംസിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ ഒരു ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ്. അപ്പം നമുക്കത് പഠിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ചെറിയ നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനെയും ഈവൻറ്റിനെയും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് പല വിധത്തിലാണ്. നമുക്ക് മാനുവലി എഴുതി വെക്കാം, സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തിൽ അക്കൗണ്ട് ചെയ്യാം. ഇതൊക്കെ അക്കൗണ്ട് ചെയ്യുന്നതിനും ക്ലാസിഫൈ ചെയ്യുന്നതിനും ഒരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുക. നമ്മൾ മണി ടേംസിലാണ് എഴുതുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. ബിസിനസ് ലാഭത്തിനാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് നമുക്ക് എൻഡ് റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പം അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാ ഉള്ളത്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയാണ്. അപ്പം അക്കൗണ്ടിങ് കലയാണെങ്കിൽ ഇത് ചെയ്യാൻ പോകുന്ന നമ്മൾ ഓരോരുത്തരും കലാകാരന്മാരാണ്. നമുക്ക് കലാകാരന്മാർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കുണ്ടോ? ഒരു കലയെ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ചില റൂൾസ് നമ്മൾ പഠിക്കണം. അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആർട്ടാണെങ്കിൽ അത് നമുക്ക് പെർഫോം ചെയ്യാനുള്ളതാണ്. പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണമെങ്കിൽ പെർഫോം ചെയ്യുന്ന സമയത്തിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇത് ഒരു ബൈ പ്രാക്ടീസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പോൾ ഡെഫിനിഷനിൽ എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്, ഒരു കലയാണ്. എന്തൊക്കെ കലയാണ്? റെക്കോർഡ് ചെയ്ത് വെക്കണം, എഴുതി വെക്കാം, കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കാം, പല വിധത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെ നമ്മൾ ക്ലാസിഫൈയും ചെയ്യും. ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ പിന്നെ സമ്മറൈസ് ചെയ്യും. പിന്നെ സിഗ്നിഫിക്കൻറ്റ് മാനർ, ഒരു അർത്ഥവത്തായ രീതിയിലാണ് നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്യുന്നത്. ഇനി എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എന്താണ് സമ്മറൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻസും ഈവൻസിനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഈ റെക്കോർഡ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മണി, പണം കൊണ്ട് അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസും ഈവൻസും ആണ് നമ്മൾ ബിസിനസ്സിൽ അക്കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ അക്കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും. ആ സമ്മറൈസ് ചെയ്യുന്നത് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് നോക്കാം റെക്കോർഡിങ് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ്, ഞാനൊരു കാറ് വിളിച്ച് ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി. അപ്പം ആ കാറിൻ്റെ ഡ്രൈവർക്ക് ഞാൻ ടാക്സിക്കൂലി കൊടുക്കും. ടാക്സിക്കൂലി കൊടുക്കുന്നത് പൈസയായിട്ടാണ്. 5000 രൂപ കൊടുത്തു. ഇതൊരു ട്രാൻസാക്ഷനാണ്. അപ്പം ഈ ട്രാൻസാക്ഷൻ ഞാൻ എഴുതി വെക്കും. ട്രാവലിംഗ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തു 5000 രൂപ. വീട്ടിലേക്ക് പാല് മേടിച്ചു 150 രൂപ. അരി വാങ്ങിച്ചു 1000 രൂപ. ഇലക്ട്രിസിറ്റി ചാർജ് അടിച്ചു 550 രൂപ. ടേബിൾ ഫാൻ വാങ്ങിച്ചു വീട്ടിലേക്ക് 2500. അപ്പം നമ്മൾ ട്രാൻസാക്ഷനെ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യുന്നത് മണി ടേംസിലാണ്. പർച്ചേസ് മിൽക്ക് എന്നല്ല എഴുതുന്നത്, എത്ര രൂപയ്ക്ക് മിൽക്ക് വാങ്ങിച്ചു എന്നും കൂടെ എഴുതും. ട്രാവലിംഗ് എക്സ്പെൻസ് എന്നല്ല എഴുതുന്നത്, എത്ര രൂപയ്ക്ക് ട്രാവൽ ചെയ്തു എന്നുള്ളതും കൂടെ എഴുതണം. ഇനി ക്ലാസിഫൈങ്. എന്താണ് ക്ലാസിഫൈങ്? ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് മീൻസ് an act of dividing or grouping or arranging the transactions. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രാൻസാക്ഷനെ എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പാക്കി അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്തു, മിൽക്ക് വാങ്ങിച്ചു, ഇലക്ട്രിസിറ്റി, ഇതിനെല്ലാം കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു, അറേഞ്ച് ചെയ്തു. അങ്ങനെ എക്സ്പെൻസ് എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തു. സാലറി റിസീവ്ഡ്, അതിനെ നമ്മുടെ ഇൻകം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറ്റി.
അസറ്റ്, ടേബിൾ ഫാൻ വാങ്ങിച്ചത് അസറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറ്റി. നമ്മൾ ഇനി എന്തെങ്കിലും ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യും, മാറ്റും. അപ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ എക്സ്പെൻസുകളുണ്ട്, എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഇൻകവും ഉണ്ട്, അസറ്റ് ഉണ്ടെങ്കിൽ ലയബിലിറ്റി ഉണ്ട്, ലാഭം ഉണ്ടെങ്കിൽ നഷ്ടവും ഉണ്ട്. അപ്പോൾ ഈ 6 വിധത്തിലാണ് നമ്മൾ ഈ ട്രാൻസാക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്, മിൽക്ക് മേടിച്ചു വീട്ടിലെ ചിലവാണ്, അരി വാങ്ങിച്ചു വീട്ടിലെ ചിലവാണ്, ഇലക്ട്രിസിറ്റി അടച്ചു വീട്ടിലെ ചിലവാണ്, വീട്ടിലേക്ക് ഒരു ടേബിൾ ഫാൻ വാങ്ങിച്ചു അത് വീട്ടിലെ ഒരു അസറ്റാണ്. നമ്മളിങ്ങനെ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. സമ്മറൈസിങ്. എന്താണ് സമ്മറൈസിങ്? Summarizing means explaining an idea in a shortened form, while summarizing means explaining an idea in detail in your own words using most of the information from the original source without changing the meaning of the original. ഇപ്പം സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കാര്യത്തെ നമ്മൾ ചെറുതാക്കി മാറ്റുകയാണ്. ചെറുതാക്കി മാറ്റുന്നത് എങ്ങനെയാ, അതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ നിന്നും ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ അതിനെ നമ്മൾ ചെറുതാക്കി മാറ്റും. അങ്ങനെയാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുക എന്ന് പറയുക. അപ്പം സമ്മറൈസ് ചെയ്യുന്ന പ്രോസസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുക? ജേണൽ എൻട്രി എഴുതും, ട്രയൽ ബാലൻസ് ഉണ്ടാക്കും, P&L, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം എന്താണ്, സമ്മറൈസ്, ചുരുക്കി എഴുതുന്നതാണ്. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ആദ്യം നമ്മളൊരു ജേണൽ എൻട്രി എഴുതും, ജേണൽ എൻട്രി എഴുതിയിട്ട് അതിനെ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും, ലെഡ്ജറിൻ്റെ എല്ലാം ബാലൻസ് എടുത്തിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കും, ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ P&L ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്ത് എടുക്കും. ഇതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുക. ഇനി ഇങ്ങനെ നമുക്ക് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. ഈ ആർട്ടിന് ചില സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കൺസെപ്റ്റുകളുണ്ട്, ചില ഐഡിയാസ് ഉണ്ട്. അത് ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഐഡിയാസ് ഉണ്ട്. അക്കൗണ്ടിങ് ചെയ്യുന്നതിന് നമുക്ക് ചില ഐഡിയാസ് വേണം. അപ്പം എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്? റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യണമെങ്കിൽ ചില ഐഡിയാസ് ഉണ്ട്, ചില കൺസെപ്റ്റുകളുണ്ട്. കൺസെപ്റ്റുകളെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അപ്പം അതിന് ലോകത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ചില റൂൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ കഥകളി ഒരു ആർട്ടാണ്. ആ കഥകളിയിൽ എന്താ, കഥകളിയിൽ ചില കോമൺ റൂൾസ് ഉണ്ട്. ആ റൂൾസ് മനസ്സിലാക്കിയിട്ടാണ് മുദ്ര കാണിക്കുന്നത്. നമ്മൾ പലപ്പോഴും റൂൾസ് പഠിക്കാണ്ട് ചിലപ്പോൾ നമ്മൾ ചില ചേഷ്ടകളൊക്കെ കാണിക്കുമ്പോൾ ഈ കഥകളിയുടെ ആ ആംഗ്യം പോലെ വന്നേക്കാം. പക്ഷേ നമ്മൾ ആ കഥകളിയുടെ റൂള് പഠിച്ചിട്ട് നമ്മൾ കഥകളി എന്ന് പറയുന്ന ആർട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് കാണികൾക്ക് കുറച്ചും കൂടെ ആസ്വദിക്കാൻ സാധിക്കുക. അപ്പം നമുക്ക് റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, ചില ഐഡിയാസ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. അക്കൗണ്ടിങ് കൺസെപ്റ്റ് നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചേക്കരുത്. ഞാൻ അത്യാവശ്യമുള്ളത് മാത്രമാണ് പറയുന്നുള്ളൂ. ഒന്നാമത്തെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്കൊരു ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അക്കൗണ്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം കൺസെപ്റ്റുകളെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ കൺസെപ്റ്റുകളെ കുറിച്ചും പറയുന്നില്ല. കൺസെപ്റ്റ് ഒരുപാടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു 5-6 കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പുണ്ട്. ബിസിനസ് സ്ഥാനം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓണറും ബിസിനസ്സും രണ്ടാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഓണർ ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ ബിസിനസ്സും ഒരു വ്യക്തിയാണ്. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു,
ബിസിനസ്സിൽ നിന്ന് ഓണർക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യും? ബിസിനസ് തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് വിഡ്രോവൽ ആയിട്ട് ഓണർ തിരിച്ച് എടുക്കണം. നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. ബിസിനസ് ഒരു വ്യക്തിയാണ്, അതുപോലെ ഓണറും വേറെ ഒരു വ്യക്തിയാണ്. All the books of accounts records day-to-day financial transactions from the viewpoint of the business rather than from that of the owner. നമ്മൾ എപ്പോഴും അക്കൗണ്ടിങ് ചെയ്യുമ്പം ബിസിനസിന്റെ സ്ഥാനത്ത് നിന്നേ ഓരോന്നിനെ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? കാണാവുള്ളൂ. ഓണറുടെ കണ്ണുകൊണ്ടല്ല, ബിസിനസിന്റെ സൈഡിൽ നിന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. The proprietor is considered as a creditor to the extent of the capital brought in business by him. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബിസിനസിന്റെ സൈഡിൽ നിന്നിട്ടേ അക്കൗണ്ട് ചെയ്യാവുള്ളൂ. ബിസിനസ്സിന് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. ആ ക്യാഷ് തന്ന ഒരു വ്യക്തിയാണ് ഓണർ എന്ന് കൺസിഡേർഡ് ആസ് എ ക്രെഡിറ്റർ. കണ്ടോ? ബിസിനസ്സിലേക്ക് എന്തെങ്കിലും തന്ന ഒരാളാണ് ഓണർ. ആ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് കൊടുത്തപ്പോൾ നമ്മൾ ബിസിനസിന്റെ ആംഗിളിൽ നിന്നിട്ടാണ് ചിന്തിക്കേണ്ടത്. ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടി, ആര് തന്നു? ഓണർ തന്നു. രണ്ട് വ്യക്തി. നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബിസിനസിന്റെ സൈഡിൽ നിന്നേ ചിന്തിക്കാവുള്ളൂ. When a person invests 10 lakh into a business, it will be treated that the business has borrowed that such much money from the owner, and it will be shown as a liability in the books of accounts of the business. അപ്പം ബിസിനസ്സിലേക്ക് ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 10,00,000 രൂപ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഈ 10,00,000 രൂപ ആർക്ക് തിരിച്ചു കൊടുക്കണം? ഓണർക്ക് തിരിച്ചു കൊടുക്കണം. എപ്പോഴാണ്? ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്. അപ്പം ബിസിനസ് ഓണറുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുക. അതൊന്നും ഇപ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് മുടക്കുന്ന എമൗണ്ട് ഒരു ലയബിലിറ്റി ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. ബിസിനസ്സിനൊരു ബാധ്യതയുണ്ട്, 10,00,000 രൂപ ബാധ്യതയുണ്ട്. ആരോടാ? ഓണർക്ക്. ഓണറോട് ഒരു ബാധ്യതയുണ്ട്. ആ 10,00,000 രൂപ ബിസിനസ് ഓണറുടെ കയ്യിൽ നിന്ന് കടമായിട്ട് മേടിച്ചു. അപ്പം അത് ബിസിനസിന്റെ ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് മുടക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. ഇനി അടുത്തത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് പണം കൊണ്ട് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസ് ആണെങ്കിലും ഈവന്റ് ആണെങ്കിലും പൈസ കൊണ്ട് അളക്കാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യത്തുള്ളൂ. നമുക്കൊരു വീടുണ്ടെന്ന് വിചാരിക്കാം. നമുക്കൊരു വീടുണ്ടെന്നല്ല നമ്മൾ എഴുതുന്നത്, നമുക്ക് എത്ര രൂപയുടെ വീടുണ്ട്, ആ വീടിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിലാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. In accounting, only those business transactions are recorded which can be expressed in terms of money. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണെങ്കിലും ഈവന്റ് ആണെങ്കിലും നമ്മൾ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപ എന്ന് നമുക്ക് പണം കൊണ്ട് അളക്കാൻ പറ്റണം. നമ്മളൊരു കാറ് വാങ്ങിച്ചാൽ എത്ര രൂപയുടെ കാറ് വാങ്ങിച്ചു, പണം കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അക്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ജനറൽ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ MD-യുടെ ഹെൽത്ത് കണ്ടീഷൻ ഒന്നും നമുക്ക് ഒരിക്കലും അക്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. വർക്കിംഗ് കണ്ടീഷൻസ് ഇൻ വിച്ച് എ വർക്കർ ഹാസ് ടു വർക്ക്. ഒരു ഓർഗനൈസേഷനിലെ ആളുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തെ നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സെയിൽസ് പോളിസി പേഴ്സ്യൂഡ് ബൈ ദ എന്റർപ്രൈസസ്. സെയിൽസ് പോളിസി, അവരൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അക്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരാൾക്ക് സാലറി കൊടുത്താൽ എത്ര രൂപയുടെ സാലറി കൊടുത്തു, വാടക കൊടുത്താൽ എത്ര രൂപയുടെ വാടക കൊടുത്തു. അങ്ങനെ പണം കൊണ്ട് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ബിസിനസ്സിൽ ഒരു നഷ്ടമുണ്ട്. ബിസിനസിന്റെ മേളിൽ നമ്മുടെ ബിസിനസ്സിന് നമുക്കൊരു ഗോഡൗൺ ഉണ്ടാകും. വലിയ മഴ പെയ്തു, അതിന്റെ മുകളിലേക്ക് ഒരു വലിയ മരം ഒടിഞ്ഞു വീണു. അതൊരു ഈവന്റ് ആണ്. ആ ഈവന്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മരം വീണമെന്നല്ല നമ്മൾ എഴുതുക, മരം വീണ വകയിൽ ഉണ്ടായ നഷ്ടം എത്ര രൂപ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. പണം കൊണ്ട് അളക്കാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന് 2 വശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റാണ്. ഒരു ബിസിനസ്സിൽ
ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിന് രണ്ട് വശമുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ. രണ്ട് വശത്തിനെ നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് ഡെബിറ്റും ക്രെഡിറ്റും. Financial accounting records all the transactions and events involving financial element. Each of such a transaction requires two aspects to be recorded. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ, നമ്മൾ ഒരു ഹോട്ടൽ നടത്തുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഞാൻ 50 കിലോ അരി വാങ്ങിച്ചു, ഒരു ട്രാൻസാക്ഷനാണ്. ഈ ട്രാൻസാക്ഷന് രണ്ട് വശമുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, എനിക്ക് 50 കിലോ അരി എൻ്റെ കൈവശം എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കിട്ടി, ഒരു വശം അത്. രണ്ടാമത്തെ വശം, എൻ്റെ പോക്കറ്റിലിരുന്ന 50 കിലോ അരിക്കുള്ള പൈസ പുറത്തേക്ക് ഈ അരി തന്ന ആൾക്ക് ഞാൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഒരു പണം പുറത്തേക്ക് പോയി, ആ പണത്തിന് ഈക്വലന്റ് ആയിട്ടൊരു സാധനം എനിക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടി. അപ്പം ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ? ഒരു ട്രാൻസാക്ഷന് രണ്ട് വശമുണ്ട്. ഫോർ എക്സാമ്പിൾ, if a firm sells goods of ₹5,000, this transaction involves two aspects. ഒരു സ്ഥാപനം 5,000 രൂപയുടെ ഗുഡ്സ് വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് വശമുണ്ട്. One aspect is the delivery of goods and the other aspect is immediate receipt of cash. അപ്പോൾ ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷനും രണ്ട് വശമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാൾക്ക് സാലറി കൊടുത്തു, നമ്മുടെ കയ്യിൽ നിന്ന് സാലറി ക്യാഷ് പുറത്തേക്ക് പോകുന്നുണ്ട്, അയാളുടെ ഒരു മാസത്തെ സേവനം നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ വാടക കൊടുക്കുന്നുണ്ട്. നമ്മൾ വാടക കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്, വാടകയ്ക്ക് നമ്മൾ എടുത്ത സ്പേസ് നമ്മൾ ഒരു മാസം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിസിനസ്സിലെ എന്ത് ട്രാൻസാക്ഷൻ ആയാലും അതിന് രണ്ട് വശമുണ്ട്. ആ വശത്തിന്, ഒരു വശത്തിന് നമ്മൾ ഡെബിറ്റ് എന്നും ഒരു വശത്തിന് നമ്മൾ ക്രെഡിറ്റ് എന്നും വിളിക്കും. ഇനി എങ്ങനെയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് പിന്നീട് നമ്മൾ താഴേക്ക് വരുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഫ്രിഡ്ജ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ഹാസ് ടു ആസ്പെക്ട് വിച്ച് ആർ ഗിവിംഗ് ഓഫ് ക്യാഷ്. ക്യാഷ് നമ്മൾ കൊടുക്കുന്നുണ്ട്, റിസീവിംഗ് ഓഫ് ഗുഡ്സ്, ഫ്രിഡ്ജ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ദീസ് ടു ആസ്പെക്ട്സ് ആർ ടു ബി റെക്കോർഡഡ്. അപ്പൊ എങ്ങനെയാ ജേണൽ എൻട്രി ചെയ്തുക? ഫ്രിഡ്ജ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. എന്താ കാരണം? ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്, അത് ഇൻക്രീസ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്, അത് ഡിക്രീസ് ചെയ്തു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കും ഓരോ ട്രാൻസാക്ഷനെ എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യുക. ഈ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്കൊരു ഫോർമുല ഫോം ചെയ്യും. അതായത് നമ്മുടെ കൈവശമുള്ള എല്ലാ അസറ്റും ഈസ് ഈക്വൽ ടു, ഒരു ബിസിനസിന്റെ കൈവശമുള്ള എല്ലാ അസറ്റിനും തുല്യമായിട്ടുള്ള ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ഉണ്ടാവും പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ എന്തോരം അസറ്റ് ഉണ്ടോ, ഒന്നെങ്കിൽ ആ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ മുടക്കിയിരിക്കുന്നത് മുഴുവൻ ഓണർ ആയിരിക്കും, അതല്ലെങ്കിൽ ഓണറും മുടക്കിയിട്ടുണ്ടാവും, പുറത്തുള്ള വേറെ ആളുകളും മുടക്കിയിട്ടുണ്ടാവും. അപ്പം അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു ഓൺ. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് യു ഓ. ബിസിനസ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നത്, തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചേക്കുന്നത്. ബിസിനസ് ഫസ്റ്റ് പേഴ്സൺ, ഓണർ സെക്കൻഡ് പേഴ്സൺ, ഓണർ അല്ലാത്ത ആളുകൾ തേർഡ് പേഴ്സൺ. ഇക്വിറ്റി, ക്യാപിറ്റലും പ്രോഫിറ്റും ലോസും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്? ഓണർ മുടക്കിയിരിക്കുന്ന ഫണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും ഇത് നമ്മൾ ശ്രദ്ധിച്ചറിയാം. നമ്മളിപ്പോൾ ഒരു വീട് വെച്ചു, 50 ലക്ഷം രൂപയുടെ വീട് വെച്ചാൽ ഒന്നെങ്കിൽ ആ 50 ലക്ഷം രൂപ നമ്മുടെ സ്വന്തമായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് 10 ലക്ഷം നമ്മുടെ സ്വന്തവും ബാക്കി 40 ലക്ഷം ബാങ്കിന്റെ ലോണും ആയിരിക്കും. അപ്പൊ നമ്മുടെ വീട് എന്ന് പറയുന്നത് 50 ലക്ഷം ഈസ് ഈക്വൽ ടു ബാങ്കുകാരൻ എന്ന് പറഞ്ഞ 40 ലക്ഷവും നമ്മൾ മുടക്കിയ 10 കൂടെ കൂട്ടുന്നതാണ്. അപ്പൊ എല്ലായ്പ്പോഴും ബിസിനസ്സിലെ
അസറ്റിന് തുല്യമായിട്ടുള്ള ലയബിലിറ്റി ഉണ്ടാവും. ഇതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളൊരു ഫോർമുല കണ്ടുപിടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഷോ മസ്റ്റ് ഗോ ഓൺ. നമ്മളൊരു ഫിലിമിൽ ഒരു ഡയലോഗ് ഉണ്ട്. Accounting assumes that the business entity will be continued to operate for a long time in the future. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അത് ലോങ് ടൈം കുറെ ഏറെ കാലം നിൽക്കും. അതിന്റെ ഓണർ ഒരു പക്ഷേ മരിച്ചേക്കാം, പക്ഷെ ഈ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യുന്നില്ല, മരിക്കുന്നില്ല. അപ്പം മുകേഷ് അംബാനിയുടെ ഫാദർ തുടങ്ങിയതാണ് റിലയൻസ്. റിലയൻസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ഉണ്ട്. റിലയൻസ് തുടങ്ങിയ മുകേഷിന്റെ ഫാദർ അംബാനി ഇപ്പോഴും നിലവിലില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് കൺസേൺ ആണ്. ഓണേഴ്സിനൊക്കെ മാറിക്കൊണ്ടൊക്കെ ചിലപ്പോൾ മാറിയെന്നൊക്കെ വരും, പക്ഷെ ബിസിനസ് സ്ഥാപനം ദീർഘകാലം നിലനിൽക്കുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അസറ്റിനെയൊക്കെ നമ്മൾ റീവാല്യുവേഷൻ എടുക്കുന്നത്, ഡിപ്രീസിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ബിസിനസ് ലോങ് ടൈമിലേക്ക് ഉള്ളതാണ്. ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈമിലേക്കാണ്. നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ്ങിന് ഒരു പീരിയഡ് ഉണ്ട്. എല്ലാ ഫിനാൻഷ്യൽ ഇയർ, അതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുക. സ്റ്റാർട്ട് ചെയ്യുന്നത് 1 April to 31 March. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 1 April to നെക്സ്റ്റ് 31 March. ആ ഒരു വർഷത്തെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. ദി കൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ് the life of the business should be divided into appropriate segments for studying the financial results shown by the enterprise after each segment. അപ്പോൾ ബിസിനസ്സിനെ നമ്മൾ ഓരോ വർഷവും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പീരിയഡ് നമുക്ക് 1 year ആക്കാം, 6 months ആക്കാം, 3 months ആക്കാം, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി, അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പൊ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ഫോഴ്സ് ദ ബിസിനസ്മാൻ ടു സ്റ്റോപ്പ് ആൻഡ് സീ ബാക്ക് ഹൗ തിങ്സ് ആർ ഗോയിങ് ഓൺ. അപ്പം ഫോഴ്സ് ദ ബിസിനസ്മാൻ ടു സ്റ്റോപ്പ്, ഇടയ്ക്ക് വെച്ചിട്ട് ഓരോ വർഷം കഴിയുമ്പോഴും പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. ഇതിനു വേണ്ടിയിട്ടാ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പോയത്, ഇസ് ഇറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ മെച്ചമായിട്ട് എങ്ങനെ റൺ ചെയ്യിക്കാം, ലോസ് ആണെങ്കിൽ എങ്ങനെ ആ ലോസിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ലുക്ക് ബാക്ക് ടു ലേൺ ഹൗ ടു ലുക്ക് ഫോർവേഡ്. അപ്പൊ നമ്മൾ പുറകോട്ട് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് പറയുന്നത് എല്ലാ ഫിനാൻഷ്യൽ ഉണ്ട്. 1 April മുതൽ 31 March വരെ 1 year നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ കണക്ക് നമ്മൾ നോക്കുന്നത് ഓരോ വർഷവും വെച്ചുകൊണ്ടാണ്. ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ നമ്മൾ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തോണം. അടുത്തത് 6ാമത്തെ കൺസെപ്റ്റ് വരുന്നത് മാച്ചിങ് കൺസെപ്റ്റ് ആണ്. The matching concept is an accounting practice whereby firms recognize revenues and their related expense in the same accounting period. അതായത് നമ്മൾ അക്കൗണ്ടിങ് പീരിയഡ് ഉണ്ടെന്ന് പറഞ്ഞു, 1 April to 31 March. ഇപ്പൊ 31 March സാലറി ചിലപ്പോൾ നമ്മൾ 31 March കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയും. കാരണം 31 March ചിലപ്പോൾ ഞായറാഴ്ച വരും. അപ്പൊ ഞായറാഴ്ച ചിലപ്പോൾ കമ്പനി അവധിയാണ്, നമുക്ക് ആ സാലറി കൊടുക്കാൻ പറ്റില്ല. നമ്മളത് April 1 കൊടുക്കും. പക്ഷെ അത് ഏത് മാസത്തെ എക്സ്പെൻസാ? മാർച്ച് മാസത്തെ എക്സ്പെൻസ് ആണ്. അപ്പൊ ആ എക്സ്പെൻസ് നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ എന്ത് ചെയ്യണം? എക്സ്പെൻസ് അക്കൗണ്ട് ചെയ്യണം. അതായത് ഒരു വർഷത്തെ ഇൻകം എത്രയാണോ അത് ഏൺ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന എക്സ്പെൻസ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതാത് വർഷം തന്നെ വേണം നമ്മൾ അക്കൗണ്ട് ചെയ്യാനായിട്ട്. Firms report revenues that is also along with the expense that brought them. അപ്പോൾ the purpose of the matching is to avoid misstating earnings for a period. അതാത് വർഷത്തെ എക്സ്പെൻസും അതാത് വർഷത്തെ ഇൻകവും അതാത് വർഷം തന്നെ അക്കൗണ്ട് ചെയ്യണം. അത് എന്ന് കൊടുത്തു എന്ന് കിട്ടി എന്നുള്ളതിനല്ല പ്രാധാന്യം. സാലറി കൊടുക്കാനുണ്ടെങ്കിൽ അത് ഏപ്രിൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കൊടുത്താലും അത് മാർച്ച് മാസത്തെ എക്സ്പെൻസിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് ഇൻകം കിട്ടിയാൽ മാർച്ച് മാസത്തെ ഇൻകം നമുക്ക് ഏപ്രിലാണ് കിട്ടുന്നതെങ്കിൽ അത് മാർച്ചിലെ ഇൻകം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട്
ചെയ്തോണം. നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളാണ്. ഒന്നാമത്തെ കൺസെപ്റ്റ് സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ബിസിനസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വ്യക്തിയാണ്, ഓണർ വേറൊരു വ്യക്തിയാണ്. ബിസിനസിന്റെ ആംഗിളിൽ നിന്ന് ഓരോ ട്രാൻസാക്ഷനും നമ്മൾ വാച്ച് ചെയ്യാവുള്ളൂ, വിലയിരുത്താവുള്ളൂ, രണ്ട് വശം കണ്ടുപിടിക്കാവുള്ളൂ. മണി മെഷർമെന്റ് കൺസെപ്റ്റ്, പണം കൊണ്ട് അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസും ഈവന്റുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഒരു ട്രാൻസാക്ഷൻ രണ്ട് വശമുണ്ട്, ഒരു വശം ഡെബിറ്റും ഒരു വശം ക്രെഡിറ്റും. എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കിട്ടും, അതിന് ഈക്വലന്റ് ആയിട്ടുള്ളത് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്കും പോയിട്ടുണ്ടാവും. അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ബിസിനസ് ലോങ് ടേമിൽ നിലനിൽക്കുന്നതാണ്. അടുത്ത അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്, ഒരു റെഗുലർ അക്കൗണ്ടിങ് പീരിയഡ്, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തണം. മാച്ചിങ് കൺസെപ്റ്റ്, അതാത് വർഷത്തെ ഇൻകവും അതാത് വർഷത്തെ എക്സ്പെൻസും അതാത് വർഷം തന്നെ അക്കൗണ്ട് ചെയ്യണം. അത് ചിലപ്പോൾ കിട്ടുന്നതോ കൊടുക്കുന്നതോ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിലും അതാത് വർഷം തന്നെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, മാർച്ചിലെ നമ്മുടെ സ്റ്റാഫിന്റെ സാലറി നമുക്ക് മാർച്ച് 31 കൊടുക്കാൻ പറ്റിയില്ല, പക്ഷേ അത് കൊടുത്തില്ലെങ്കിലും ആ എക്സ്പെൻസ് മാർച്ചിലെ എക്സ്പെൻസ് ആയിട്ട് തന്നെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. കൊടുക്കുന്നത് ചിലപ്പം പിറ്റേ ഫിനാൻഷ്യൽ ഫസ്റ്റ് ഏപ്രിലായിരിക്കും. അപ്പം നമ്മൾ അതാത് വർഷത്തെ എക്സ്പെൻസ് അതാത് വർഷത്തെ അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്തണം. എങ്കിലാണ് നമുക്ക് ശരിയായിട്ടുള്ള ലാഭമോ നഷ്ടമോ ഒക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ. ഇനി അക്കൗണ്ടിങ് പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ചില ടേംസ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യത്തെ ടേമാണ് ട്രാൻസാക്ഷൻ. നമ്മൾ പറഞ്ഞു ബിസിനസ്സിൽ അക്കൗണ്ട് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രാൻസാക്ഷനെയാണ് നമ്മൾ മണി കൊണ്ട്, പണം കൊണ്ട് അളക്കേണ്ടതും ഈ ട്രാൻസാക്ഷനെയാണ്. അപ്പോൾ എന്താ ട്രാൻസാക്ഷൻ? ട്രാൻസാക്ഷൻ ഈസ് ആൻ ഈവന്റ് ഇൻവോൾവിങ് സം വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്. അപ്പം ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈവന്റ് ആണ്, ഇൻവോൾവിങ് സം വാല്യൂ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും. ആ കൈമാറ്റം ചെയ്യുന്നതിന് ഒരു വാല്യൂ ഉണ്ടാവും. അതിനകത്ത് ടു ഓർ മോർ എൻറ്റിറ്റീസും ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി എ പർച്ചേസ് ഓഫ് ഗുഡ്സ്, റെസീപ്റ്റ് ഓഫ് മണി, പേയ്മെന്റ് ടു സപ്ലയേഴ്സ്. ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പം ട്രാൻസാക്ഷൻ പർച്ചേസ് ചെയ്യുന്നത്, പർച്ചേസ് ഓഫ് ഗുഡ്സ്, നമ്മൾ പൈസ റിസീവ് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്, റെന്റ് കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കുന്നത്, വാട്ടർ ബില്ല് അടയ്ക്കുന്നത്, ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കുന്നത്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കുന്നത്, ഇതൊക്കെ എന്താണ്? ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ വീട്ടിലേക്ക് അരി വാങ്ങുന്നത്, പഞ്ചസാര വാങ്ങുന്നത്, പാല് വാങ്ങുന്നത്, പാത്രങ്ങൾ വാങ്ങുന്നത്, ഇതൊക്കെ എന്താണ്? ട്രാൻസാക്ഷനിൽ പെടുത്താവുന്നതാണ്. ബാങ്കിലേക്ക് ലോൺ അടയ്ക്കുന്നത്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്, ബാങ്കിലേക്ക് ക്യാഷ് ഇടുന്നത്, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്, ഇതെല്ലാം എന്താണ്? ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷൻ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും. പേയ്മെന്റ് ഉണ്ട്, റെസീപ്റ്റ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, സെയിൽ ഉണ്ട്. അടുത്ത അസറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. Assets are economic resources of an enterprise that can be expressed in monetary terms. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കൈവശമുള്ള ഇക്കണോമിക് റിസോഴ്സസ്, അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്ഥാപനത്തിനുള്ള ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, പ്ലാന്റ്, വെഹിക്കിൾസ്, ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഇതെല്ലാം എന്താണ്? അസറ്റാണ്. ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ അസറ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അസറ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ലയബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ, ലയബിലിറ്റീസ് ആർ ദ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനം കൊടുത്തു തീർക്കേണ്ടുന്ന സാമ്പത്തിക ബാധ്യതകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ലയബിലിറ്റി എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ബിസിനസിന്റെ ലയബിലിറ്റിയാണ്. കടമായിട്ട് സാധനങ്ങൾ മേടിക്കുന്നത് ഒരു ലയബിലിറ്റിയാണ്. മറ്റുള്ളവരിൽ നിന്ന് ലോൺ മേടിക്കുന്നത് ഒരു ലയബിലിറ്റിയാണ്. ക്യാപിറ്റൽ ഒരു ലയബിലിറ്റിയാണ്. നമ്മൾ അടയ്ക്കാനുള്ള ടാക്സ് ഒരു ലയബിലിറ്റി ആണ്.
അപ്പം ക്ലാസ് കേൾക്കുന്നവർ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അസറ്റ്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ലയബിലിറ്റി. വേറൊരു കാര്യമാണ് നിങ്ങൾ വിലയിരുത്തണം, നിങ്ങൾ നിങ്ങളുടെ വീടിനൊരു അസറ്റാണോ ലയബിലിറ്റി ആണോ, അതും ശ്രദ്ധിച്ചോണം. അപ്പം അസറ്റ് നിങ്ങൾ നിങ്ങളുടെ വീടിനൊരു അസറ്റാണോ അതോ നിങ്ങളുടെ വീടിനൊരു ലയബിലിറ്റി ആണോ. അസറ്റ് ആണെങ്കിൽ നിങ്ങളുടെ വാല്യൂ എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നും, ലയബിലിറ്റി ആണ് എങ്കിൽ നിങ്ങൾ എങ്ങനെ അസറ്റ് ആയിട്ട് മാറാമെന്നും നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ രണ്ടാണെങ്കിലും നമുക്ക് ഗുണമുണ്ട്, നമുക്ക് സാധ്യതകളുണ്ട്. അടുത്ത ബേസിക് ടേംസിലേക്ക് നമുക്ക് പോവാം. ഇൻകം. Income is the revenue a business earns from selling its goods and services, or the money an individual receives in compensation for his or her labor, services or investments. അപ്പോൾ എന്താണ് ഒരു ബിസിനസ്സിൽ ഇൻകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകം ഇസ് ദ റവന്യൂ എ ബിസിനസ് ഏൺ ഫ്രം സെല്ലിംഗ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ പ്രോഡക്റ്റോ സർവീസോ വിറ്റുകൊണ്ട് ഏൺ ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുക. ഇനി ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരാൾ പറമ്പിപ്പണിക്ക് പോയാൽ ഒരു ദിവസം അയാൾക്ക് 800 രൂപ കിട്ടിയാൽ അത് അദ്ദേഹത്തിൻ്റെ ഇൻകം ആണ്. അദ്ദേഹം കൊടുക്കുന്ന സേവനത്തിന് ഈക്വലൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ടിനെ, റവന്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇൻകം. ഇൻകം റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് റവന്യൂ ആൻഡ് expenses. Income refers to the difference between business revenue and expense. Income is the revenue a business earns from selling its goods and services, or the money an individual receives in compensation for his or her labor, service or investment. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ചായക്കട നടത്താം. നമ്മളൊരു ചായ വിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചായ ഉണ്ടാക്കാൻ വന്ന എക്സ്പെൻസ് കുറച്ചിട്ട് കിട്ടുന്നതാണ് നമ്മളുടെ ഇൻകം. ഇപ്പം ഒരു ലിറ്റർ പാല് നമ്മൾ മേടിച്ചാൽ, ചായക്കടയിലൊക്കെ ആണെങ്കിൽ 8 മുതൽ 10 ചായ വരെ അവർ എടുക്കാറുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ പാലിന് 50 രൂപയാണെന്ന് വിചാരിക്കാം. 10 ചായ വിറ്റു, 10 ചായക്ക് 100 രൂപ കിട്ടി. അപ്പോൾ അടുത്ത റവന്യൂ എന്ന് പറയുന്നത് 100 രൂപയും അയാളുടെ ഇൻകം എന്ന് പറയുന്നത് 100-ൽ നിന്ന് പാല് മേടിച്ച എക്സ്പെൻസ് കുറയ്ക്കുന്നതാണ് ഇൻകം. അപ്പം ഇൻകം ഇസ് ദ റവന്യൂ എ ബിസിനസ് ഏൺ ഫ്രം സെല്ലിംഗ് ഇറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഒരു സാധനമോ സേവനമോ നമ്മൾ വിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അത് ഏൺ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ചായ വിറ്റ് നമ്മൾ 1 ലിറ്റർ പാല് മേടിച്ചു, നമ്മൾ ആ ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്ന എക്സ്പെൻസുകൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മളുടെ ഇൻകം എന്ന് പറയുക. അപ്പം പാലിൻ്റെ പൈസ കുറയ്ക്കണം, നമുക്ക് മൊത്തം കിട്ടിയ വരുമാനം 100 രൂപയാണ്. 100 രൂപയിൽ നിന്ന് പാല് മേടിക്കാൻ വന്ന ചിലവ്, പഞ്ചസാര മേടിക്കാൻ വന്ന ചിലവ്, ചായ ഉണ്ടാക്കാൻ ആവശ്യമായിരിക്കുന്ന ഗ്യാസിൻ്റെ ചിലവ്, ഇതെല്ലാം എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ കിട്ടുന്നതാണ് ഇൻകം. ദെൻ എക്സ്പെൻഡിച്ചർ. എന്താണ് എക്സ്പെൻഡിച്ചർ? Expenditure refers to the amount spent in order to produce and sell the goods and services. Refers to the amount spent in order to produce and sell the goods and services. അപ്പോൾ ഒരു സാധനമോ സേവനമോ ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി വരുന്ന ചിലവുകളെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ഇപ്പം നമുക്ക് ചായ ഉണ്ടാക്കി വിൽക്കണമെങ്കിൽ അവിടെ പാല് വാങ്ങണം, അതിനാണ് നമ്മൾ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്. ചായ അടിക്കാൻ നിൽക്കുന്ന ആൾക്ക് പൈസ കൊടുക്കണം, അതാണ് പേയ്മെന്റ് ഓഫ് സാലറി അല്ലെങ്കിൽ വേജസ്. ഇപ്പം എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന പൈസയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. അപ്പം എന്താണ് പ്രോഫിറ്റ്? The difference between the amount earned and the amount spent in buying, operating or producing something. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്നും നമ്മുടെ എല്ലാ ചെലവുകളും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അത് പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റായി, നെഗറ്റീവ് ആണെങ്കിൽ ലോസുമായി. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ലെഡ്ജർ.
ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ലെഡ്ജർ ഈസ് എ ബുക്ക്, ഇതൊരു ബുക്കാണ്, containing accounts in which classified and summarized information from the journal is posted as debits and credits. അപ്പോൾ ഇതൊരു ബുക്കാണ്. ഓക്കെ, ഇതൊരു ലെഡ്ജറാണ്, ക്യാപിറ്റലിന്റെ ലെഡ്ജറാണ്. ഇതിന് രണ്ട് വശമുണ്ട്, ഒരു ടി ഷേപ്പാണ് ലെഡ്ജറിന്. The ledger contains information that is required to prepare final statement. അപ്പോൾ ഒരു P&L ബാലൻസ് ഷീറ്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത് ലെഡ്ജറിൽ നിന്നാണ്. ഇപ്പോൾ ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കാണ്. ഒരു ബുക്കിന്റെ ഒരു പേജിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് എഴുതുന്നു. ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ്, ഒരു മാസത്തെ ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലാണ്ട് നമ്മൾ ഒരു പേജിലേക്ക് ഒരുമിച്ച് എഴുതി വെക്കും. അതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുക. ഇവിടെ ഒരു ബുക്ക് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ടാവും, ട്രാവലിംഗ് എക്സ്പെൻസ്. പല ഡേറ്റിലെ ട്രാവലിംഗ് എക്സ്പെൻസുകൾ ആണ് നമ്മൾ ഒരുമിച്ച് എഴുതുന്ന ഒരു ബുക്കാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുക. ലെഡ്ജർ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ പഠിക്കുന്നുണ്ട്. നോക്കിയേ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓണർ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഓണർ ബിസിനസ്സിലേക്ക് മുടക്കുന്ന പൈസയാണ് ക്യാപിറ്റൽ. ഇപ്പോൾ ഓണർ പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിക്കാനായിട്ട് 40,000 രൂപ തന്നു, ഫർണിച്ചർ മേടിക്കാൻ 10,000 തന്നു, ക്യാഷ് ആയിട്ട് 80,000 തന്നു, അങ്ങനെ 1,30,000 രൂപയാണ് ക്യാപിറ്റൽ. ഇപ്പോൾ ക്യാപിറ്റൽ, അപ്പോൾ ഒരു ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ ഹെഡ് ഓഫ് ഇൻകം ഓർ എക്സ്പെൻസ്, അത് ഓരോ ഡേറ്റിലും എത്ര തന്നു എത്ര കിട്ടി എന്നുള്ളത് എഴുതി വെക്കുന്നതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ട്. ലെഡ്ജറിൽ ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ലെഡ്ജറിൽ നോക്കി, ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഒരു ടി ഷേപ്പിലാണ് ലെഡ്ജർ ഉണ്ടാവുക. ഡെബിറ്റ് സൈഡും ഉണ്ടാവും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. എല്ലാ ലെഡ്ജറിനും ഡെബിറ്റ് സൈഡും ഉണ്ടാവും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഡേറ്റ് ഉണ്ടാവും, പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ജേണൽ ഫോളിയോ കോളം, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഇനി ഈ ഡെബിറ്റ് ചെയ്യാനും ക്രെഡിറ്റ് ചെയ്യാനും ചില റൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് അക്കൗണ്ട്സുകളെയാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുക. അപ്പം ഒരു ബിസിനസ്സിൽ മെയിൻലി നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാനായിട്ട് 3 വിധത്തിലുള്ള അക്കൗണ്ട്സ് ആണ് ഉണ്ടാവുക. പേഴ്സണൽ അക്കൗണ്ട്സ്, ആദ്യത്തേത് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അതിനകത്ത് ആരൊക്കെ വരും? ഓണർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ബാങ്കുകൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. സപ്ലയേഴ്സ് അവർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ, അതായത് ബിസിനസ് സ്ഥാപനവും വ്യക്തികളും തമ്മിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സിലാണ് പെടുത്തുക. അപ്പൊ എന്തിനെ ഡെബിറ്റ് ചെയ്യും എന്തിനെ ക്രെഡിറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞു, ഓണറുണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ആളുകളെയാണ് നമ്മൾ റിസീവർ എന്ന് പറയുക. ഗിവർ എന്ന് പറഞ്ഞാലോ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ തരുന്ന ആളുകളെയാണ് നമ്മൾ ഗിവർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഗിവർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, പേഴ്സൺ ആണ്, ഓണറാണ്. അതുകൊണ്ട് നമ്മൾ ഓണറെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ കടമായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത് ആരാ? കസ്റ്റമേഴ്സ് ആണ്. ഇപ്പൊ കടമായിട്ട് ഇപ്പൊ ഞാനൊരു ചായക്കട നടത്തുക, ഒരാൾ രാവിലെ വന്നു, ചായ കുടിച്ചു, അദ്ദേഹം ഭക്ഷണം കഴിച്ചു, 150 രൂപയെന്ന് ഞാൻ ബില്ല് കൊടുത്തു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഈ 150 രൂപ ഞാൻ നാളെ തരാം. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാക്കി വെച്ച പ്രോഡക്റ്റ് ആയിട്ടുള്ള ചായയും അപ്പവും മുട്ടക്കറിയും ഒക്കെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? കഴിച്ചത്. അപ്പം അദ്ദേഹം ബിസിനസ്സിലിരുന്ന ബിസിനസ്സിന്റെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോയി. അപ്പം അദ്ദേഹം റിസീവറാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു ട്രാൻസാക്ഷൻ ആണ്. അദ്ദേഹം വന്നു, ചായ കുടിച്ചു, പോയി. അപ്പൊ അതിന് പണത്തിൽ ഞാൻ അളന്നു 150 രൂപ. ഇതിനെ നമ്മൾ പൈസ തന്നാൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയി, പൈസ തന്നില്ലെങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയി.
അപ്പോൾ ഈ ട്രാൻസാക്ഷൻ രണ്ട് വശമുണ്ട്. ഈ രണ്ട് വശം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? അവിടെ നോക്കിയേ, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഒന്ന് നോക്കിയേ, ബിസിനസ്സിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോയത് ആരാണ്? ഈ ചായ കുടിക്കാൻ വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? റിസീവർ, ഡെബിറ്റ് ചെയ്യണം. ഇനി എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം? ഒരു ട്രാൻസാക്ഷൻ രണ്ട് വശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡെബിറ്റ് ചെയ്യേണ്ട വശം എന്താ? കടം മേടിച്ചുകൊണ്ട് പോയ ആളാണ്, നമ്മളത് കണ്ടുപിടിച്ചു. ഇനി എന്തിനെ ക്രെഡിറ്റ് ചെയ്യും? അപ്പോൾ കൊണ്ടുപോയ സാധനം വ്യക്തികളാണോ? വ്യക്തിയാണ് എടുത്തുകൊണ്ട് പോയെങ്കിലും പക്ഷെ കൊണ്ടുപോയ സാധനം ഗുഡ്സ് ആണ്. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ്, സാധനങ്ങൾ ഏതിലാണ് വരിക? റിയൽ അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നമ്മൾ രാവിലെ അപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നാണ് പറയുക. അപ്പം അടുത്ത അക്കൗണ്ട് വരുന്നത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൽ വരുന്നത് അസറ്റുകളാണ്. അസറ്റുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ടിന്റെ റൂളാണ് ഉപയോഗിക്കുക. അപ്പം നോക്കി, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കണം, ഇവിടെ ഒരാൾ വന്ന് കടമായിട്ട് നമ്മൾ വിൽക്കാൻ വെച്ച ചായയും അപ്പവും മുട്ടക്കറിയും മേടിച്ചു. അപ്പം ഒരു വ്യക്തിയാണ് വന്ന് മേടിച്ചത്, അദ്ദേഹം റിസീവറാണ്, അദ്ദേഹത്തെ ഡെബിറ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയത് നമ്മുടെ സ്റ്റോക്കാണ്, നമ്മുടെ സ്റ്റോക്ക് പുറത്തേക്ക് പോയി. അപ്പം നോക്കണം, സ്റ്റോക്ക് പുറത്തേക്ക് പോയാലോ അകത്തേക്ക് വന്നാലോ, ബിസിനസ്സിലേക്ക് വന്നാലോ പുറത്തേക്ക് പോയാലോ എന്താ റൂളെന്ന് നോക്കണം. അതപ്പോൾ റിയൽ അക്കൗണ്ടിലാണ്. അപ്പോൾ അസറ്റ് ബിസിനസ്സിലേക്ക് വന്നാൽ ഡെബിറ്റ് ചെയ്യണം, ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും അസറ്റ് പുറത്തേക്ക് പോയാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്തു, ഇപ്പം കടമായിട്ട് കൊണ്ടുപോയി, കടം മേടിച്ച കൊണ്ടുപോയ ആളെ നമുക്കറിയാം, അനിൽ എന്ന് പറയുന്ന ഒരാളാണ് വന്ന് ചായ കുടിച്ചത്. അപ്പം അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ 150 രൂപ ടു സെയിൽസ്. നമ്മുടെ ഗുഡ്സ് എന്ത് ചെയ്തു? പുറത്തേക്ക് പോയി. സ്റ്റോക്ക് ഇൻ ഹാൻഡ് പുറത്തേക്ക് പോയി. അത് പോയത് എന്ത് വിധത്തിലാണ്? സെയിലായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ സെയിലിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇനി അടുത്തത് വരുന്നത് ബിസിനസ്സിൽ എക്സ്പെൻസും ലോസും ഉണ്ട്. എക്സ്പെൻസും ലോസും ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഇൻകവും ഗെയിനും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഇപ്പൊ റെന്റ് പെയ്ഡ് 10,000. റെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ രണ്ട് വശമുണ്ട്. റെന്റ് എക്സ്പെൻസ് എന്നാണ്. നമ്മൾ ഒരു മാസം നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തു. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇനി ഇതിന്റെ മറുവശം എന്താ? 10,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോയി. ക്യാഷ് ഒരു അസറ്റാണ്. അപ്പൊ അസറ്റ് പുറത്തേക്ക് പോയി. അപ്പൊ എന്ത് ചെയ്യണം? അസറ്റ് പുറത്തേക്ക് പോയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതും. അപ്പം ഗോൾഡൻ പ്രിൻസിപ്പിളിനെ നമ്മൾ ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ട് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് എന്താ? അസറ്റുകളെല്ലാമാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. അസറ്റ്, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിനെ റിയൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും. ഇനി ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു ബിസിനസ്സിലും ഒരു വേറൊരു വ്യക്തിയുമായിട്ടാണെങ്കിൽ അതിനെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകവും എക്സ്പെൻസും നോമിനൽ അക്കൗണ്ടിലാണ് പെടുത്തുക. ഇനി ഡെബിറ്റ് ചെയ്യണം. എന്തൊക്കെയാ ഡെബിറ്റ് ചെയ്യണ്ടേ? ബിസിനസ്സിലേക്ക് എന്തെങ്കിലും അസറ്റ് വന്നാൽ ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും സാധനം ഒരാൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോയാൽ ആ എടുത്തുകൊണ്ട് പോകുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിലുണ്ടാകുന്ന നഷ്ടത്തെയും എക്സ്പെൻസിനെയും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി എന്തിനൊക്കെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു അസറ്റ് പുറത്തേക്ക് പോയാൽ ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസ്സിലേക്ക് ഏതെങ്കിലും വ്യക്തി പൈസ തന്നാൽ അയാളെ ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസ്സിന് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വരുമാനമോ ലാഭമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്രെഡിറ്റ് ചെയ്യാം. ഇനി ഓരോ ട്രാൻസാക്ഷനും എടുത്തിട്ട് രണ്ട് വശം നമ്മൾ കണ്ടുപിടിക്കണം. രണ്ട് വശത്തിൽ ഒരു വശം റിയൽ അക്കൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ ഒരു വശം പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് റിയലും ഒന്ന് നോമിനലും ആവും, ചിലപ്പോൾ രണ്ടും റിയലാവും, രണ്ടും പേഴ്സണലാവും, രണ്ടും നോമിനലാവും. അത് കണ്ടുപിടിക്കുന്നതിലാണ് നമ്മൾ
നമ്മൾ പഠിക്കേണ്ടത് നമ്മളൊരു ട്രാൻസാക്ഷനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇനി നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് എ പീരിയോഡിക് റിപ്പോർട്ട് prepared from the accounting records of a company. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഉണ്ടാക്കി വെക്കുന്നതിൽ നിന്നും നമ്മൾ ഫൈനലൈസ് ചെയ്യുന്ന റിപ്പോർട്ട് ഉണ്ടാക്കും. അതിനകത്ത് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. ഇനി എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട്. Trading account is the first stage in the process of preparing final accounts. Trading account shows the gross profit or gross loss during accounting year. ഒരു സാധനം മേടിച്ച് വിറ്റ വകയിൽ എത്ര രൂപ ലാഭം ഉണ്ടായി നഷ്ടം ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, പർച്ചേസ് ചെയ്തുണ്ടാവും, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും, സെയിൽ ചെയ്ത എമൗണ്ടും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവുക. ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, പി ആൻഡ് എൽ എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് എ കമ്പനീസ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഓവർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റും ഉണ്ടാവും, ഇൻഡയറക്റ്റ് ഇൻകവും ഉണ്ടാവും, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ടാവും. എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അടുത്തത് ബാലൻസ് ഷീറ്റ്. A statement of the asset, liabilities and capital of a business or other organization at a particular point in time, dealing the balance of income and expenditure over the preceding period. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കും, പിന്നെ പി ആൻഡിൽ വരയ്ക്കും, പിന്നെ ബാലൻസ് ഷീറ്റ് വരയ്ക്കും. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനുള്ള ലയബിലിറ്റിയും അസറ്റുകളും എഴുതി വെക്കുന്ന ആ ഷീറ്റിന് പറയുന്ന പേരാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. നമ്മൾ കണ്ടു ഒരു ലെഡ്ജർ അക്കൗണ്ട്. ഓക്കെ, ഇത് ഒരു ലെഡ്ജർ അക്കൗണ്ട് ആണ്, പർച്ചേസ് ലെഡ്ജർ അക്കൗണ്ട് ആണ്. എവിടുന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തത്? പർച്ചേസ് ചെയ്തതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയുണ്ട്? 6807 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. എവിടുന്നൊക്കെയാണ്? മയൂരയിൽ നിന്ന് 820 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. ബെസ്റ്റ് മാർക്കറ്റിംഗ് 720, ജോർജിയൻ ഏജൻസീസ് 450, ബെസ്റ്റ് മാർക്കറ്റിംഗ് 412, AB എന്റർപ്രൈസസിന് 4400. മൊത്തം പർച്ചേസ് ചെയ്ത് 6807 രൂപയ്ക്കാണ്. അത് ആരോടൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതാണ് ഒരു ലെഡ്ജറിൽ എഴുതി വെക്കുക. ഇത് CGST ലെഡ്ജറാണ്. CGST എവിടെയൊക്കെ കൊടുത്തു? മയൂര എന്റർപ്രൈസിന് CGST കൊടുത്തു, ബെസ്റ്റ് മാർക്കറ്റിങ്ങിന് ജോർജിയൻ, ബെസ്റ്റ് മാർക്കറ്റിംഗ് AB എന്റർപ്രൈസസിന്. മൊത്തം CGST ക്ലോസിംഗ് ബാലൻസ് 508 രൂപയുണ്ട്. അതുപോലെ SGST ഉണ്ടാവും. ഇനി AB എന്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ലെഡ്ജറാണിത്. പർച്ചേസ് ചെയ്തിട്ടുണ്ട് 5036 രൂപ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ എത്ര രൂപയുണ്ട്? 5036 രൂപ ക്ലോസിങ്ങിൽ കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ബെസ്റ്റ് മാർക്കറ്റിംഗ് നോക്കി അവരുടെ അടുത്ത് 142 പർച്ചേസ് ചെയ്തു, 1301 രൂപ കൊടുത്തിട്ടില്ല. അപ്പോൾ 1301 രൂപ ബാലൻസ് ഉണ്ട്. ഇത് നമ്മൾ ടാലിയിൽ നിന്ന് എടുക്കുന്ന ലെഡ്ജറും ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്, എന്തിനാണ് അക്കൗണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ബേസിക് ആയിട്ട് 3 റൂൾസ് ഉണ്ട്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇനി പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. എനിവേ ഈ വീഡിയോ കാണുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.